നവാസ്, ഇവിടെ സി കെ പത്മനാഭൻ തന്നെ നേരത്തെ പറഞ്ഞത് മലപ്പുറത്തെ ജനത എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവരാണ് എന്ന് ബി ജെ പിയുടെ നേതാവാണ്, ബി ജെ പിയുടെ ഉന്നത നേതാവാണ്. മാത്രമല്ല അന്ന് നമ്മുടെ ഏത് സമയത്താണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ തുടർച്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞതുമായ അവിടെ ഉണ്ടായ ഒരു PR പേരില്ലാത്ത ഒരു PR സ്ഥാനമൊക്കെ പോയായിരുന്നല്ലോ. ആ സമയത്തൊക്കെ സി കെ പത്മനാഭൻ പറഞ്ഞത് മലപ്പുറം കാണുമ്പോൾ ഇത്രയും പ്രശ്നം ആർക്കാണ് എന്ന് ചോദിച്ച നേതാവ് സി കെ പത്മനാഭൻ തന്നെയാണ്. കെ സുരേന്ദ്രൻ അറിയാം ഈ പറയുന്നത് ഒന്നാന്തരം വ്യാജമാണെന്നും അവിടെ ഭക്ഷണം കിട്ടാതിരിക്കുന്നില്ലെന്നും വെള്ളം കിട്ടാതിരിക്കുന്നില്ലെന്നും ശങ്കരൻകുളത്ത് ഒരു ഹോട്ടൽ ഉണ്ടെന്നും അവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെയും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ലക്ഷ്യം വേറെയാണ്. ലക്ഷ്യം വേറെയാകുമ്പോൾ അതിനെ നേരിടേണ്ട രീതിയും ആ രീതിയിലാവണ്ടേ പി കെ നവാസ്? അതല്ലാതെ അതേ നാണയത്തിലുള്ള പ്രതികരണ രംഗത്തിറങ്ങിയാൽ കെ സുരേന്ദ്രനും ടീമും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വിജയിക്കലല്ലേ നവാസ്? തീർച്ചയായും വളരെ ജാഗ്രതയോട് കൂടി ഞങ്ങൾ ഇതിനെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ നേരിടുന്നത് വളരെ ജാഗ്രതയോട് കൂടിയാണ് ഹാഷ്മി. ഞാൻ ആദ്യം ഹാഷ്മിയെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായി ചാനലുകൾ വന്നിരുന്ന് പച്ചക്കളവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഒരു കളവിനെ, മാനവീയവുമായി ബന്ധപ്പെട്ട കളവിനെ ഞാൻ ഈ ചർച്ചയിൽ അത് പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്. ഹാഷ്മി വളരെ കൃത്യമായി അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. ഇങ്ങനെ മനുഷ്യർക്ക് നുണ പറയാൻ കഴിയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. തൻ്റെ മനസാക്ഷിക്ക് പോലും ബോധ്യമില്ലാത്ത ഒന്നിനെ ഇങ്ങനെ കളവായി അവതരിപ്പിക്കാനും നിഷ്കളങ്കമായി ഇരിക്കാനും ഒക്കെ ഒരു മനുഷ്യർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇതെന്ത് മനുഷ്യരാണ്? നമ്മൾ അത്ഭുതപ്പെട്ടു പോവല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ്. നമ്മളാരും പോയി ചോദിച്ചതല്ല. അദ്ദേഹം പറയും എൻ്റെ അനുഭവത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ആരാ സി കെ പത്മനാഭൻ? മുൻ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി, ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, ഈ ഉല്ലാസ് ബാബുവിൻ്റെ ഒക്കെ നേതാവ്. അദ്ദേഹം തന്നെ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇത്രമേൽ വർഗീയത വിളമ്പാൻ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊന്നും സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്ന കളവാണ് എന്ന് സ്വന്തം ഭാര്യക്കും അമ്മക്കും മക്കൾക്കൊക്കെ അറിയുന്നില്ലേ? അവർക്ക് മുമ്പിൽ നിൽക്കാൻ ഇവർക്കൊരു ലജ്ജയില്ല. അവരുടെ മുമ്പിലൊക്കെ എന്ത് പറഞ്ഞായിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക? ഞാൻ ആലോചിച്ചത് ശ്രീ സുരേന്ദ്രൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ വാചകം. ഹാഷ്മി ഇവിടെ കുറേ ഹോട്ടലുകളുടെ പേര് പറഞ്ഞു. ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വന്ന് ഇവിടെ പറഞ്ഞു, ഇവിടെ 29 ഹോട്ടൽ തുറന്നെന്ന കണക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാനൊരു ഹോട്ടലിൻ്റെ പേരും പറയുന്നില്ല ഹാഷ്മി. ഞങ്ങൾ മലപ്പുറത്തുകാർ എല്ലാ വർഷവും ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണക്കുകളുമായി വന്ന് ഇങ്ങനെ പറയേണ്ടവരാണോ? വേറെ ഏതെങ്കിലും ജില്ലയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെ വർഗീയത തുപ്പല്ലേ. ഇങ്ങനെ വർഗീയത തുപ്പല്ലേ മലപ്പുറത്തിൻ്റെ മുകളിൽ. മലപ്പുറത്ത് നിങ്ങൾ പറയുന്ന വർഗീയമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇല്ല എന്ന് മാത്രമല്ല, ശ്രീ ഹാഷ്മി കഴിഞ്ഞ 2 ദിവസമായി ഫേസ്ബുക്കിനകത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റു ജില്ലയിൽ നിന്ന് വന്ന് ഈ ജില്ലയിൽ താമസിച്ച് ഞങ്ങൾക്ക് ഈ ജില്ല മതി, ഈ ജില്ല വിട്ട് പോകുന്നില്ല, ഞങ്ങൾ റിട്ടയർ ചെയ്ത ശേഷം ഈ ജില്ലയിൽ താമസിക്കുന്നു എന്ന് പറയുന്ന 24 ചാനൽ കാണിച്ച നിരവധി ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ടു. ഞാൻ ഒരു കാര്യം ഹാഷ്മിയോട് പറയാം. ശ്രീ ബി ജെ പിയുടെ സുഹൃത്തിനോട് വളരെ സ്നേഹത്തോടു കൂടി അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ഞാൻ പറയുന്നത്, മലപ്പുറത്തിന് ഒരു മതമേ ഉള്ളൂ. അത് സ്നേഹത്തിൻ്റെ മതം ഹൃദയത്തിൽ ചാലിച്ച ജില്ലയുടെ പേരാണ് മലപ്പുറം. അത് മലപ്പുറത്ത് ജീവിക്കുന്നവരോട് ചോദിക്കണമെന്ന്. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനോട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്ക്. അദ്ദേഹത്തിന് സുരേന്ദ്രൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല, അദ്ദേഹത്തിന് ഉല്ലാസ് ബാബുവിൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ വന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് ധൈര്യപ്പെടില്ല. നിങ്ങൾ ഈ പച്ചക്കളവ് പറഞ്ഞ് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് പിടച്ചു നിൽക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ മലപ്പുറത്തെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ മലപ്പുറത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇത് തുഞ്ചൻ്റെ മലപ്പുറമാണ്, ഇത് പൂന്താനത്തിൻ്റെ മലപ്പുറമാണ്, ഇത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മലപ്പുറമാണ്, ഉമർ ഖാലിയുടെയും മക്കി തങ്ങളുടെയും മലപ്പുറമാണ്, ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്ന മലപ്പുറമാണ്, വള്ളത്തോളിൻ്റെയും ഇടശ്ശേരിയുടെയും ഉറൂബിൻ്റെയും ജില്ലയാണ് ഈ മലപ്പുറം. പാണക്കാട് കുടുംബത്തിൻ്റെയും ആഴ്വഞ്ചേരി തമ്പ്രാക്കന്മാരുടെയും പാരമ്പര്യമുള്ള ജില്ലയാണ് മലപ്പുറം. കമ്മ്യൂണിസ്റ്റ് ആചാരൻ EMS നമ്പൂതിരിപ്പാടിന്റെ ജില്ലയാണ് മലപ്പുറം. ഇത് വാര്യരുടെ മലപ്പുറമാണ്. തിരുനാവായുടെയും തളി ക്ഷേത്രത്തിന്റെയും മമ്പുറ മക്കാമിന്റെയും പവിത്രതയുള്ള മലപ്പുറമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മതത്തിന്റെയോ ജാതിയുടെ പേരിൽ ഈ മലപ്പുറത്തെ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജനസംഖ്യാനുപാതികമായ ഒരു പക്ഷേ നിങ്ങൾക്ക് മലപ്പുറത്ത് 68-70% മുസ്ലിങ്ങളെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, മറ്റു ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു പക്ഷേ 70% ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അങ്ങനെ ആലപ്പുഴ ജില്ലയെ അങ്ങനെയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്? മലപ്പുറത്ത് ഇങ്ങനെയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്? മലപ്പുറം ജില്ല, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളം എന്ന് പറയുന്ന ഭൂമികയിൽ നിന്ന് മലപ്പുറം ജില്ലയെ വ്യത്യസ്തമാക്കുന്നത് സാംസ്കാരികപരമായി, സാഹിത്യപരമായി, രാഷ്ട്രീയപരമായി, മതപരമായി
ഒരുപാട് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഉദാഹരണങ്ങൾ സമ്മാനിച്ച മലയാള ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ വർഗീയതയോടെ ഇങ്ങനെ ചവച്ചു തുപ്പിയാൽ ഒരു കാര്യം ഉറപ്പ്, തിരഞ്ഞെടുപ്പിലെ വോട്ട് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ പുതിയ മലയാളി വിദ്യാർത്ഥി സമൂഹം ഇതൊക്കെ പഠിക്കാൻ പാകപ്പെട്ടവരാണ്. അവരിതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ രജിസ്റ്റർ കേസുകളുടെ എണ്ണം പോലും പരിശോധിച്ചാൽ മലപ്പുറത്ത് ഉദാഹരിക്കാൻ കഴിയാത്ത വിധം മലപ്പുറം അന്യമാണ്. ഉല്ലാസ് ബാബുവിനെ പോലെ ഒരാൾ വന്ന് കള്ളത്തരം പറഞ്ഞാൽ നിങ്ങളോട് പുതിയ കുട്ടികൾ വേറെ ലെവലാണ്. അവർ അവരുടെ മുന്നിൽ പറയുന്ന വ്യാജമൊന്നും വിലപ്പോവില്ല. സത്യമാണത്.